അസ്സലാമു അലൈക്കും. ഞാൻ ഷമീർ ഉസ്താദ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയസ്സായ മാതാപിതാക്കളെ കുറിച്ചാണ്. വയസ്സായ മാതാപിതാക്കൾ ഒരുപാട് അവഗണനകൾ നേരിടുന്നുണ്ട്. ഇവർ വയസ്സായി കഴിഞ്ഞാൽ നമ്മളായാലും ആരായാലും അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കിടന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കും. അനാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും. അനാവശ്യമായിട്ട് ഒച്ചപ്പാടെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരായ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും ഒക്കെ തോന്നണത് ഈ തള്ളേനെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ, ഈ തള്ള എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കും. എൻ്റെ നാട്ടിലൊരു വയസ്സായ ഒരു തള്ളയുണ്ടായിരുന്നു. എപ്പോഴും ആ തള്ളേനെ മക്കളും പേരക്കുട്ടികളും എപ്പോഴും ചീത്ത പറയും. എന്താണെന്ന് വെച്ചാൽ ആ വയസ്സായ തള്ളയാണ്. അപ്പോൾ ബോധമില്ലാതാകുമ്പോൾ ഇങ്ങനെ വെള്ളിയാഴ്ച കാലത്ത് മുതൽ പറയും, എടാ പള്ളി പോ മഗ്‌രിബ് നിസ്കരിച്ചില്ലേ, സുബഹ് നിസ്കരിച്ചില്ലേ, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ. ഇത് ഈ മക്കൾക്കും മരുമക്കൾക്കും പിന്നെ മരുമകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അവർ ഈ തള്ളേന എന്തൊക്കെ ചീത്ത വിളിയാണ് വിളിക്കണേന്നറിയാമോ? തെറി പറയാൻ വിളിക്കും, ചീത്ത പറയും. ഈ തള്ളയുടെ മകൻ ഇങ്ങനെ ചീത്ത പറയണ കേട്ടിട്ട് മക്കളും ഇത് പേരക്കുട്ടികളും ഈ മകൻ്റെ മക്കളും ഇങ്ങനെ പറയും. അപ്പോൾ ആ മകൻ ചിന്തിക്കണില്ല, ഞാൻ എൻ്റെ തള്ളേനോട് ഇങ്ങനെ പറയുന്നത് എൻ്റെ മക്കളും എൻ്റെ സ്വന്തം വല്ലുമാനിങ്ങനെ പറയുന്നത്, ഞാൻ വയസ്സായി കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ ഇവർ ചീത്ത പറയാൻ ആട്ടയൊക്കെ ചെയ്യില്ലേ. പിന്നെ ചില വയസ്സായവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ മോനെ അത് കഴിക്കല്ലേ, അത് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും, ഇത് കഴിച്ചാൽ ഷുഗർ വരും, അത് കഴിച്ചാൽ അത് വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേഷൻ കൂടുതലുണ്ടാക്കും. അതിലൊന്നും കാര്യമില്ല. പിന്നെ മരുമോളുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാകുന്ന വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ മരുമോളെന്ന് വെച്ചാൽ വീട്ടിൽ കെട്ടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 8 മണി 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുള്ളൂ. അവർ പൊതുവേ 8 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. എന്നാലും ബെഡിൽ നിന്ന് എഴുന്നേക്കാതെ മൊബൈലിൽ തോണ്ടിയിരിക്കും. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊക്കെ വരുമ്പോൾ 10 മണിയൊക്കെ ആവും. പിന്നെ എപ്പോഴും റൂമിൽ മുറി അടച്ച് അവിടെ ഇരിപ്പായിരിക്കും. അത് ഈ വയസ്സായ തള്ളമാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ വയസ്സായ തള്ളമാർ വിചാരിക്കേണ്ടത് എന്താണ്, അവരിങ്ങനെ വേറൊരു വീട്ടിൽ രാജകുമാരിയെ പോലെ വളർന്നതാണ്. അതിൻ്റെ ഉമ്മ, ആ മരുമകളുടെ ഉമ്മ അതേ രീതിയിലാണ് ആ കുട്ടീനെ വളർത്തിയത്. ഇപ്പോൾ പതിയെ ശരിയായി വന്നോളും, വീട്ടുപണി ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് വിചാരിക്കേണ്ടത്. പിന്നെ ഈ വയസ്സായ തള്ളമാരോട് കയർക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗം, അവരോട് എന്ന് പോലും പറയാൻ പാടില്ല. പക്ഷേ ഇവരിപ്പോൾ ചീത്തവിളിയാണ് എപ്പോഴും. ഇപ്പോൾ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന കാക്കാമാർ ഞാനുൾപ്പെടെയുള്ളവരാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്, മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആവുകയാണ് വേണ്ടത്. എന്നാൽ അത് കണ്ടിട്ടാണ് പഴയ കാലത്തൊക്കെ മുസ്ലിങ്ങളുടെ സന്മനസ്സും അവരുടെ ജീവിത രീതിയൊക്കെ കണ്ട് ആകൃഷ്ടരായിട്ടാണ് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ആ പഴയ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്, അവരുടെ കൊള്ളരുതായ്മയൊക്കെ കണ്ടിട്ട് കാക്കാമാർ ഇങ്ങനെയാണെന്ന് പറയും. ഇപ്പോൾ ക്രിമിനലുകളുടെ കാര്യത്തിലും എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ഏതെങ്കിലും ഒരു റേപ്പ് കേസ് നോക്കിക്കോ, ഹണി ട്രാപ്പ് കേസ് നോക്കിക്കോ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസ് നോക്കിക്കോ. ജനസംഖ്യക്ക് അനുപാതികമായ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കും ഉണ്ട് ആ ക്രിമിനൽ കേസുകളിൽ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവരെന്താ വിചാരിക്കണത്, മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആണ്, ഞങ്ങളും ക്രൈം ചെയ്യുന്നുണ്ട് അവരും ക്രൈം ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. പഴയ കാലത്ത് മുസ്ലിങ്ങളല്ല ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ. ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ നാമമാത്രമായ മുസ്ലിങ്ങളാണ്, പേരിന് വേണ്ടി മുസ്ലിങ്ങളാണ്. അപ്പോൾ മാതാപിതാക്കളോടുള്ള അവരുടെ കടമകൾ, പിന്നെ വേറൊരു കാര്യം നോക്കുമ്പോൾ മറ്റ് സമുദായത്തെ അപേക്ഷിച്ച് അല്പം കൂടി ഭേദമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള ഒരു നിലപാടിൽ ഈ ക്രിസ്ത്യൻ സമൂഹം അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ അവർ നോക്കൂല. മാതാപിതാക്കൾ വയസ്സായ ഈ ക്രിസ്ത്യൻ സമൂഹം, കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതലുള്ള ഏത് ഏരിയയൊക്കെയാണ് അവിടെ വൃദ്ധസദനങ്ങളുണ്ടാകും. പിന്നെ അവർ സ്വന്തം വീട്ടിലാണ് നിൽക്കണമെങ്കിലും മക്കളുടെ അവഗണനയായിരിക്കും. മുസ്ലിം കുടുംബങ്ങളിൽ അങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് ചേർക്കണ പരിപാടിയില്ല. പക്ഷേ അവരെ വീട്ടിൽ നിർത്തിയിട്ട് അവരെ ചീത്ത പറയുകയും ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നതിലും ഭേദം വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കലാണ്. അവരെ സ്വന്തം വീട്ടിൽ നിർത്തും. നാട്ടുകാരെന്ത് പറയും, അവരെ വൃദ്ധസദനത്തിൽ ചേർത്താൽ എന്ന് വിചാരിച്ചിട്ട് പൊതുവെ മക്കൾ പലരും സ്വന്തം വീട്ടിൽ അവർ നോക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ചീത്തവിളിയും വഴക്കും ഒക്കെയാണ് ഈ സഹിച്ച് ഈ മാതാപിതാക്കൾ നിൽക്കണം, വയസ്സായവർ. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കണം, മക്കളെന്താ വിചാരിക്കേണ്ടത്, ഞാൻ വയസ്സായാലും ഇതുപോലുള്ള ഇറിറ്റേറ്റഡ് വർത്തമാനങ്ങളൊക്കെ പറയും, വയസ്സായി. പിന്നെ പല അസുഖങ്ങൾ വരും. പല അസുഖങ്ങൾ വരുമ്പോൾ അവർ ശാരീരികമായും മാനസികമായിട്ടും അവർ തളരും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പ്രവാചകൻ പ്രത്യേകിച്ചും സ്വന്തം മാതാവിനോട് വളരെ നല്ല രീതിയിൽ കാരുണ്യത്തോടു കൂടി പെരുമാറണം എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ച്,
ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർത്തിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ് നീ നിൻ്റെ മാതാവിനോട്. രണ്ടാമത് സഹാബി ചോദിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർത്തിക്കേണ്ട രണ്ടാമത് ആരാണെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ആളും മാതാവ്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആളാരാണ്? മൂന്നാമത്തെ ആളും മാതാവ്. അപ്പോൾ നാലാമത്തെ ആൾ ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് പിതാവ് സ്ഥാനം എന്നുള്ളൂ. അപ്പോൾ മാതാവ് ഓൾസോ വിൻ ഗോൾഡ് സിൽവർ ആൻഡ് ബ്രൗൺസ്. 3 മെഡലുകളും അവർ ഒരേ സമയം നേടുന്നു. അതായത് ഇസ്ലാമിൽ മാതാവിനുള്ള പ്രാധാന്യമാണ് അതിൽ കാണിക്കുന്നത്. പിതാവിനോട് സ്നേഹം വേണ്ടെന്നല്ല, പിതാവാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കുന്നത്. മാതാവാണല്ലോ നമ്മൾ ആ 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ച് മുലയോട്ടി വളർത്തി വലുതാക്കി, ഈ തുറമുള്ളം ചെയ്യുമ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വളർത്തി വലുതാക്കി. കുട്ടിയോ രാത്രി ചിലപ്പോൾ മാതാവിന് ഉറങ്ങാൻ പറ്റില്ല, പിതാവ് ചിലപ്പോൾ കൂർക്കം വലിച്ചുറങ്ങും. മാതാവ് ഈ കുട്ടി തൊട്ടിൽ കിടന്ന് കരയും മൂത്രമൊഴിക്കുമ്പോൾ എഴുന്നേക്കും, അവർക്കും ഉറങ്ങാൻ പോലും കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാവിനെ വളർന്ന് വലുതാകുമ്പോൾ മക്കളുടെ ചീത്തവിളിയാക്കണം, പിന്നെ മരുമകളുടെ ചീത്തവിളി വേറെ ആക്കണം. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പക്ഷേ നമ്മളവരുടെ പ്രായത്തെയൊക്കെ പരിഗണിച്ച് കാര്യങ്ങൾ നീക്കണം. ശരി, എന്നാൽ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും ഗുഡ് ബൈ.